സത്യ സാറിനെ വിളിച്ചാ? രണ്ടു മൂന്ന് വട്ടം വിളിച്ച് ഫോൺ എടുക്കുന്നില്ല. എന്തൊക്കെയോ ചോദിച്ചാൽ പറയണോട്ടെ, ഞാൻ ജൂനിയറാണ്, എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ സീനിയറാണെന്നൊക്കെ എനിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല കാര്യങ്ങൾ പറയാം. എന്നാ പിന്നെ സത്യ സാറിന് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കി, ഡിഒ വന്ന് വേഗം വരാൻ. ഞാൻ വോയിസ് ഇട്ടിട്ടുണ്ടെന്ന് അയാളത് നോക്കണ്ടേ? അധ്യാപകരൊക്കെ ഒരുപാട് ലീവാണല്ലോ സാറേ. അധ്യാപകരൊക്കെ ഒരുപാട് ലീവാണല്ലോ. അത് 2-3 പേര് കോവിഡ് പോസിറ്റീവാണ് സാറേ. അവര് വരണ്ട. പിന്നെ സുശീല ടീച്ചറും സ്റ്റെഫി ടീച്ചറും രാവിലെ വന്ന്, എന്നിട്ട് നമ്മുടെ ഇവിടെ ഒരു സ്റ്റാഫിന്റെ കൊച്ചിന്റെ 28 അപ്പൊ സ്വർണം മേടിക്കാൻ വേണ്ടിട്ട് പോയി അല്ലേ? ദിവസം ഇവിടെ വന്നിട്ട് പോയി എന്ന് പറഞ്ഞാല് പിന്നെ ഇവിടുത്തെ സീല് മേടിക്കണം, മേടിച്ചിട്ട് അതുവഴി സ്വർണം കൂടി മേടിച്ചോണ്ട് വരും. അപ്പൊ ഈ സ്കൂളിലേക്ക് വേണ്ട സീലൊക്കെ അധ്യാപകരാണ് കൊണ്ടുവരുന്നത് അല്ലേ? അല്ല സാറേ, പോയ സ്ഥിതിക്ക് ഒന്ന് വാങ്ങിക്കൊണ്ട് പോരാന്ന് ടീച്ചർ. അല്ല, നിങ്ങളുടെ HM എവിടെ? HM ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയാണ്, ഇപ്പൊ വരും. ഞാൻ വിളിച്ചിട്ടുണ്ട്, പക്ഷെ ഫോൺ എടുത്തില്ല. വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. പിന്നെ എങ്ങനെ മാഷ് HM പോയിരുന്നു മാഷ് പറയാ? അല്ല സാറേ, സാധാരണ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങി ഒരു 10 മിനിറ്റിനുള്ളിൽ സാറ് തിരിച്ചു വരും. അതുകൊണ്ട് അപ്പൊ അത് സ്ഥിരം പതിവാണ്. തുറന്നു വെച്ചിട്ട് അങ്ങോട്ട് പോവുക, എന്നിട്ട് എപ്പോഴേലും വരിക അല്ലേ? ഇല്ല, അങ്ങനെയില്ല. എന്താ ഇത് HM വരുന്നവരെ ഞാൻ ഇവിടെ ഇരിക്കണം. ഇപ്പൊ വരും സാറേ. ആ മൂവ്മെന്റ് രജിസ്റ്റർ എടുത്തേ. മൂവ്മെന്റ് രജിസ്റ്റർ എടുക്കൂ. ആ മൂവ്മെന്റ് രജിസ്റ്റർ തുറക്കും. അതെന്താണ്? എനിക്കും അറിയാൻ പാടില്ല. ഞാൻ ജൂനിയർ അല്ലേ, സാറ് എടുക്ക്. ഇതെന്താ നിങ്ങൾ തിരിഞ്ഞു കളിക്കണേ? ആ രജിസ്റ്റർ എടുക്കൂ. എടുക്ക മൂവ്മെന്റ് അല്ലേ ടീച്ചറെ? ഇതേ ഇവിടെയാണ്, അത് ഇതിലെ പോട്ടെ, ഞാൻ പറഞ്ഞുതരാം. ഇതേ ഇവിടെ നിങ്ങൾ കനുള്ള ബുക്ക് ഇരിക്കണണ്ട അതിൻ്റെ അടി. അതെ, ഏതെങ്കിലും പറഞ്ഞ് എടുക്കാം. അപ്പോൾ അതല്ലെങ്കിൽ പറയും. കിട്ടിയാ? വേഗം കൊണ്ടാ അങ്ങോട്ട് കൊണ്ടുവരും ടീച്ചറെ. മൂവ്മെന്റ് രജിസ്റ്റർ എടുക്കൂ. മൂവ്മെന്റ് രജിസ്റ്റർ എടുക്കാനല്ലേ ടീച്ചറെ പറഞ്ഞത്? മൂവ്മെന്റ് രജിസ്റ്റർ എടുക്ക്. സോറി സാർ. മാഷ് പോയിട്ട് സമയമില്ല. മൂവ്മെന്റ് രജിസ്റ്റർ അല്ലേ? HM ഒന്നുകൂടി വിളിച്ചു നോക്കിയ ടീച്ചറെ. ഫോൺ എവിടെ? സാർ ഫോണും തരൂ. സത്യമാഷേ, ഞാനൊരു നിർദ്ദേശം കണ്ടു വെച്ചാൽ. എന്താ നിർദ്ദേശം? എന്താ ഇതേപോലെ ദിവസേന സാധനങ്ങൾ ഇങ്ങനെ തെണ്ടി തെരഞ്ഞു നടക്കണം ഓരോ വീട്ടുകൾ കൂടെ. പക്ഷേ ദിവസേന അല്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ വീടുകൾ കയറി തെണ്ടണോണ്ട്, തെണ്ടനല്ല, ഇങ്ങനെ കളക്ട് ചെയ്യുന്നോണ്ട് തിരക്കടൊന്നുമില്ല. പക്ഷെ ആ പോകുന്ന മാഷുമാർക്ക് ആ ഒരു ദിവസം ലീവ് കൊടുക്കണം. എന്ത് പറഞ്ഞാലും അവസാനം ഈ ലീവിൽ കൊണ്ടുപോയി കിട്ടണത് എന്തിനാ മാഷേ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ നിർദ്ദേശം അതല്ല. നമ്മളിപ്പോ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇന്ന് നടത്താൻ നടക്കണേ. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു 50 ഉറുപ്പ്യ തോതില് ഓരോ കുട്ടികളെ അക്കൗണ്ടിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓരിഷ്ടമുള്ളത് വാങ്ങി തിന്നട്ടേന്ന്. അതെ, എന്റെ PTA പ്രസിഡന്റ്, നിങ്ങളുടെ തലക്കകത്ത് എന്താ ആൾ താമസല്ലേ? അല്ല, അറിയാനായിട്ട് ചോദിക്കാ. 150 കുട്ടികളുള്ള സ്കൂളില് ഒരു കുട്ടിക്ക് 8 ഉറുപ്പിയാണ് ഉച്ചഭക്ഷണത്തിന് സർക്കാർ കണക്ക്. പഠിച്ചോന് 8 ഉറുപ്പിക്ക് ഒരു കോയിമുട്ട കിട്ടുവോ? ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് കണക്ക്. ഇനിയിപ്പൊ ഈ 150 കുട്ടികളിൽ അധികം ഉണ്ടെന്ന് വെക്കി, അപ്പൊ ഒരു കുട്ടിക്ക് 7 ഉറുപ്പ്യ. 500 കുട്ടികളിൽ കൂടുതലുള്ള സ്കൂളാണെങ്കിൽ 6 ഉറുപ്പ്യ. ഇതൊക്കെയാണ് സർക്കാരിന്റെ കണക്ക്. 6 ഉറുപ്പ്യക്ക് ഒരു പരിപ്പോടെ പോലും കിട്ടൂലല്ലോ. കിട്ടുവോ? നിങ്ങളെ ഫോൺ അടിക്കുന്നു പക്ഷേ. ഇതാ പ്യാരിമാഷ് വിളിച്ചോണ്ടിരിക്കുകയാണ്. എന്ത് കാര്യത്തിനാ ഇയാൾ വിളിക്കണത്? എടുക്കണ്ട മാഷ. അല്ല, അപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങണ സമയത്ത് ഞാൻ ആ മാഷോട് പറഞ്ഞാണ് ഞാൻ ഒരു കാര്യത്തിന് പോവാണ്, അതിന്റെ ഇടയ്ക്ക് കയറി വിളിക്കരുത്. ഈ പ്യാരിമാഷ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വരില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ല, വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. ഈ പ്യാരിമാഷും നമ്മളെ മണ്ടോതിരി ടീച്ചറും കൂടെ എന്തോ ഒരു ഡിങ്കോലാഫി ഉണ്ടെന്നാ തോന്നണത്. അല്ല, എനിക്ക് തോന്നിയില്ലേ? ഒന്നും പറയണ്ട. അതെ, സത്യത്തിൽ PTA പ്രസിഡന്റ് പറഞ്ഞത് ശരിയാ.
ഈ ഓഫീസിൽ വരുന്ന സമയത്ത് ഞാനും ചെറുതായി കണ്ടിട്ടുണ്ട്. സംശയം തോന്നിയിട്ടുണ്ട്. അതുമല്ല, കുട്ടികൾക്ക് സംശയം ഉണ്ട്. നമ്മളെ മൂത്രപ്പുരയിൽ എഴുതി വെച്ചിരിക്കണം പ്യാരിജാതൻ പ്ലസ് മണ്ടോദരി. അത് മോശമാണ് ട്ടോ. അത് മാറ്റണം. ആ അതെ, ഇനിയിപ്പോ എന്തെങ്കിലും ഇങ്ങനെ ഒരു ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് മണ്ടോദരി ടീച്ചറിനെ മാത്രം കൂടി വിളിച്ചാൽ മതി. യാരിമാഷ് തന്നെ തന്നോളും. ആ പ്യാരിയായിരിക്കും. സ്കൂളിൽ നിന്ന് ആരും വിളിച്ചാലും എടുക്കണ്ട. അവിടെ അടിക്കട്ടെ. അതെ, ഞാനൊരു കാര്യം പറ്റ മറന്നു. തലവേനിക്കണ്ട? ഇല്ല. ഈ ചാക്കൊന്ന് പിടിച്ചേ. അല്ല പിന്നെ ഞാനിതോ അതെന്തായാലും ചെയ്യാൻ ഈ ചാക്ക് പിടിക്കോ? അല്ലെ രണ്ടും കൂടി നടക്കൂല മാഷേ. ഇതൊന്നേറ്റ് മാഷേ. എങ്ങനെ ഇതിന്റെ മുകളിലേക്ക് ഇത് കയറ്റാൻ പറ്റുമോ? എന്താ പെങ്ങൾക്ക് മൂത്രമൊഴിക്കണ്ടോ? എന്താണ് മൂത്രമൊഴിക്കല്ലാന്നേ, എന്റെ ഭാര്യയുടെ അനിയത്തിയെ കൊണ്ടുവന്നിട്ടുള്ള വീട് തൊട്ടപ്പുറയാണ്. അവിടെയാണ്. അപ്പൊ അവരെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ മോശമല്ലേ ഇത്? ഈ പഠിപ്പിച്ചു വിട്ട സകല കുട്ടികളുടെയും വീടുകളിൽ കയറിയിട്ട് ഈ ചേമ്പും ചേനൊക്കെ ഇങ്ങനെ എരന്ന് വാങ്ങണേൽ ഒരു നാണക്കേട് മാഷണില്ല അല്ലേ? ഇപ്പൊ അത് ഏറ്റി പോണേല മാഷ നാണക്കേട്. അത് കണ്ടിട്ട് അങ്ങോട്ട് പോണപ്പോ എന്താ വെച്ചാ പോട്ടെ മാഷ പിന്നെ കാണണ്ടവരൊക്കെ കാണട്ടെ. അതൊക്കെ ജോലിയുടെ ഭാഗം വിചാരിച്ചാൽ നല്ല കാര്യല്ലേ, കുട്ടികളെ പള്ള അറിയിക്കാനല്ലേ നമ്മളീ നടക്കണേ. മാഷ് തിരക്കില്ല. ആരാ? ഏതോ ഇങ്ങനെ പഠിപ്പിച്ച കുട്ടിയാന്ന് തോന്നുന്നു. ഓ ശരി. കാണാട്ടോ. ഒന്ന് മോനെ, ഒഴിവില്ല മോനെ, പിന്നെ വരാം. ഇവിടെ കേട്ടോ. ഇവിടെ കാണാല്ലേ? നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കുട്ടിയാ. ഇതാ പ്രദീപ് എന്ന് പറഞ്ഞിട്ടേ. പ്രദീപ് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി. അതെ, ഇതിനെ കടക്കാൻ പറ്റില്ല മാഷേ. ഇത് വെക്കണോ? ഇത് താഴെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? വേണ്ട. ഇവിടെ ആരും ഇല്ലേ? ആരുണ്ടോ? നമസ്കാരം. എന്തേ? ഞങ്ങളെ ഇവിടെ അടുത്തുള്ള സ്കൂളിൽ നിന്ന് വരിക മാഷന്മാരൊക്കെയാണ്. അയ്യാ, ആ എന്തേ? ഇത് നമ്മുടെ പ്രദീപിന്റെ വീടാണോ? അതെ, പ്രദീപിന്റെ വീട് തന്നെ. ഓനിവിടെ ഇല്ല ഇപ്പോ. പ്രദീപിന്റെ അച്ഛനാ? അതെ. ഞാൻ പ്രദീപിനെ പഠിപ്പിച്ചിട്ടുണ്ടേ. അയ്യാ, സംഭാവനക്കാണെങ്കിൽ വന്നാല് തരാനാവൂല. സംഭാവനക്കല്ല, ഞങ്ങള് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ടേ. പണ്ടുണ്ടല്ല? പണ്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പൊ ആ ഉച്ചഭക്ഷണത്തിന് ഇപ്പോ സർക്കാർ തരണ പൈസ കുറവാ. അപ്പൊ ഞങ്ങളിപ്പോ എന്താ ചെയ്യുന്ന വെച്ചാ മാഷന്മാരൊക്കെ പാടെ അങ്ങനെ കൂടിയിട്ട് വീടുകളിലൂടെ നടന്നിട്ട് വല്ല പപ്പായയോ പച്ചക്കറി അല്ലെങ്കിൽ ഒരു പോലെ കായോ തേങ്ങയോ അങ്ങനെയൊക്കെ അങ്ങനെ കളക്ട് ചെയ്യാണ്. പച്ചക്കറിയൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല, ഞങ്ങൾ പുറത്തുനിന്ന് മേടിക്കലാണ്. പിന്നെ തേങ്ങ വേണമെങ്കിൽ അത് മതി. തേങ്ങ മതി. അയ്യാ, എന്നാ പറിച്ചോ. തേങ്ങയുടെ മുണ്ട് അത് വേണ്ടത് പറിച്ചോ. പിന്നെ തേങ്ങ പറിക്കാം. മാഷ് പറിച്ചാ കയറിയിട്ട്. അല്ല, എനിക്ക് വയ്യ. എനിക്ക് ആ തെങ്ങിന്റെ മുകളിൽ കയറി ആ കയ്യങ്കാലം പറിക്കും. നിങ്ങള് മാഷന്മാരാ? അയ്യോ, കഷ്ടം. അല്ല, അവര് പറഞ്ഞതിലും തെറ്റൊന്നുമില്ല. അവരിങ്ങനെ ഒരു മാഷന്മാരൊന്നും കണ്ടിട്ടില്ലേ. അല്ല, നിങ്ങൾ കയറി പറിക്കുന്നത്? ആര് കയറി പറിക്കണ? എന്താ മോയത് മാഷ് നിങ്ങൾ പറയണത്? അതെ, എനിക്ക് പറ്റില്ല. പരിചയം വേണം മാഷ. PTA പ്രസിഡന്റ് കയറുക. ഞാൻ കേറുന്നോണ്ടല്ല, അതെ, കാല് ഉണ്ടെങ്കിൽ പ്രസിഡന്റ് അടുത്ത വർഷവും പ്രസിഡന്റ് ആവണമെങ്കിൽ ഞങ്ങൾ രണ്ടാളും മാത്രം വിചാരിച്ചാൽ മതി. പക്ഷെ തെങ്ങായതുകൊണ്ടാ, വാഴയ്ക്കാണ്. കാരണം ആ ഉണ്ണിയൊക്കെ പ്രസിഡന്റ് ആവാൻ വേണ്ടി ആക്രാന്തം കാട്ടി നടക്കുക. അവനാണെങ്കിൽ അസലായിട്ട് തെങ്ങും കയറും. അങ്ങനെ പറയുന്നത് PTA പ്രസിഡന്റ് ആവാൻ യോഗ്യത തെങ്ങുമക്കാരനെന്ന് വേണമെന്നൊക്കെ പറഞ്ഞാൽ യോഗ്യതന്റെ ആവശ്യം വരുമ്പോ അല്ല, അങ്ങനല്ല, ഞങ്ങൾക്ക് വേറെ പണിയുണ്ടല്ലോ ഇവിടെ. തെങ്ങുമ്മ കയറാൻ കഴിയില്ലെങ്കിലേ ഇതാ 2 മുട്ടയുണ്ട്. അപ്പുറത്തെ ഒരു ഞാലിപ്പൂവന്റെ കൊലയുണ്ട്, അത് കൊത്തിക്കൊണ്ടേക്കോ. കൊത്തിക്കൊണ്ടുപോകാൻ നമ്മളെന്താ കിളിയോ? അല്ല, അതിനൊരു കത്തി വരും. കത്തിയും ഇല്ലേ? പിന്നെ നിങ്ങളെയും എന്തെന്നാ ഇല്ലേ? ഞങ്ങളുടെ കുറച്ച് അറിവേ ഉള്ളൂ. അത് മാത്രം പോരാന്നപ്പോ സർക്കാർ പറയണ്. മാഷേ, കൊല വെട്ടണേന് മുമ്പ് മുട്ട കുട്ടി. കൈ അഴിക്കോ, വേറെ ഒന്നും ചെയ്യാനില്ല.